അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ പരിശുദ്ധ റമളാനിന്റെ 27-ാം രാവിൽ ലൈലത്തുൽ ഖദർ മുസ്ലിം ഉമ്മത്ത് കാതോർക്കുന്ന പരിശുദ്ധ രാവിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകിയതുപോലെ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മജ്‌ലിസിൽ പങ്കാളിയാകുന്നവർ, നമ്മുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹസ്വിലാക്കട്ടെ. വിഷമങ്ങളും രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി റാഹത്ത് നൽകട്ടെ. ഇന്ന് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ അള്ളാഹു സമ്മാനിക്കുന്നവരിൽ സാധുക്കളായ നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആമുഖം പറയുന്നില്ല. ഈ പരിശുദ്ധമായ രാവിന്റെ പോരിശ കേവലം സംസാരിച്ച് നമുക്ക് കളയാൻ പറ്റില്ല, അമൽ ചെയ്ത് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അറിയാലോ, പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്ത് കാതോർക്കുന്നത് 27-ാം രാവാണ്. അത് കാരണം മറ്റൊന്നുമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഔദ്യോഗികമായ സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബിയാണ്, പുണ്യനബി പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബിയാണ്. ആ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈലത്തുൽ ഖദർ നിങ്ങൾക്ക് വേണമെങ്കിൽ 27-ാം രാവിന്റെ പിന്നാലെ നടക്കണമെന്ന്. അള്ളാഹു ആ തൗഫീക്ക് നമുക്ക് തരട്ടെ. ആമീൻ. കൂലി വേണമെന്ന് ആദ്യം കൽബിൽ മോഹിക്കുക നമ്മൾ. തീർച്ചയായിട്ടും ആ നിയ്യത്തിനും മോഹത്തിനും കൂലി ഉറപ്പാണ്. മാത്രമല്ല, ഇന്നത്തെ രാത്രിയിൽ ഇന്നല്ലാഹ യൻദുറു ഇലൈഹിം, ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ലൈലത്തുൽ ഖദർ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളിലേക്ക് അല്ലാഹു നോക്കൂത്രേ, കാരുണ്യത്തിന്റെ നോട്ടം. അല്ലാഹുവേ, ആ ഒരു നോട്ടം കിട്ടിയാൽ പടച്ചോനെ പിന്നെ എന്താ നമുക്ക് വേറെ വേണ്ടത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് നോട്ടം മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വഅഫ അൻഹും, അവർക്ക് അല്ലാഹു അഫു കൊടുക്കുന്ന, മാപ്പ് കൊടുക്കുമത്രേ. തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പ് കൊടുക്കും. വഗഫറ ലഹും, എത്ര വലിയ തെറ്റുണ്ടെങ്കിലും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കും, പാപമോചനം കൊടുക്കും. മാത്രമല്ല, നമ്മളുടെ ഓരോ അമലുകളിലും അള്ളാഹുവിൻ്റെ ലക്ഷക്കോടിക്കണക്കിന് മലക്കുകളാണ്. എത്രയോ മലക്കുകൾ, മഹാന്മാർ അതിൻ്റെ എണ്ണം പറയുന്നുണ്ട്. എത്ര മലക്കാണ് ഇന്ന് ഇറങ്ങാൻ? എന്താ പറയുന്നത്? ഭൂമിയിലുള്ള മൺതരികളുടെ എണ്ണം എത്രയാണ്? ഭൂമിയിലുള്ള ചരൽക്കല്ലുകൾ എത്രയുണ്ടാവും ഈ ഭൂമിയുടെ മുകളിൽ? അത്രയും എണ്ണം മലക്കുകൾ എന്ന് പറഞ്ഞാൽ കോടി, ഒരാൾക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. അത്രയും മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങും. എന്തിനാ ഇറങ്ങുന്നതെന്നറിയോ? വെറുതെ ഷോ നോക്കിക്കാണാനല്ല. നമ്മുടെ അമലുകളിൽ അവർ തീർച്ചയായും നമ്മുടെ കൂടെ പ്രസന്റ് ആവും, കൂടെ ചേരും. നിസ്കരിച്ചാൽ കൂടെ ചേരും, ഖുർആൻ ഓതിയാൽ കൂടെ ചേരും, ദുആ ചെയ്താൽ കൂടെ ആമീൻ പറയും. അൽഹംദുലില്ലാഹ്. നമ്മളോട് സലാം പറഞ്ഞിട്ടാണ് അവർ നേരിട്ട് വരുന്നത്. സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളോട് സലാം പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന രാവാണ് ഇന്നത്തെ രാവ്. അല്ലാഹുവേ, നഷ്ടപ്പെടാൻ ഈ ഉമ്മത്തിലെ ഒരാൾക്കും നീ അവസരം കൊടുക്കല്ലേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് നമ്മുടെ കൈപിടിക്കോത്തരെ സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മുസാഫഹത്ത് ജിബ്രീൽ ഇന്ന് വന്നിട്ടുണ്ടോ, നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടോ, സലാം പറഞ്ഞിട്ടുണ്ടോ അറിയാനുള്ള അടയാളങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഏതായിരുന്നാലും നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും പ്രഗത്ഭമായ ഈ രാവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടും കൂലി കിട്ടുന്ന അള്ളാഹുവിനോട് ചെയ്യേണ്ട ദുആകളാണ്. അള്ളാഹുവിനോട് ചെയ്യേണ്ട, ഇന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ സാധാരണ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ചൊല്ലേണ്ടത്, ഓതേണ്ടത് എമ്പാടും കാണാൻ പറ്റും. നമ്മൾ തന്നെ ക്ലാസ്സിൽ എമ്പാടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ രാവിൽ ഏറ്റവും അഫ്ളലായ കാര്യം എന്താണെന്നറിയോ? ദുആ ചെയ്യൽ തന്നെയാണ്. അള്ളാഹുവിനോട് ചോദിക്കുക, ദുആ ചെയ്യുക. ആ ദുആകളിൽ ഏറ്റവും അഫ്ളലായ ദുആ ഇന്നത്തെ ദുആ, ഇന്ന് ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ ഏറ്റവും അഫ്ളലായ ദുആ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. നമ്മൾ എമ്പാടും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് പരിചയമുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്, ദുആ ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ എല്ലാവരും ഒന്നിച്ചു പറയണം, നമ്മൾ പറയാൻ പോവാണ്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ പവർ എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്, ആയിഷ ബീബി പഠിപ്പിച്ചു കൊടുത്തു എന്ന്. ഈ ദുആഇൻ്റെ ഫലം, അള്ളാഹു നമുക്ക് നൽകുന്ന ഫീഡ്ബാക്ക് എന്താണെന്നറിയോ? ഈ ദുആ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത് അഫു ആണെന്നാണ്. അഫു, ഇവിടെ കിതാബിൽ ഹദീസിൽ കാണാം. തീർച്ചയായും അഫു എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഅ്മിനീങ്ങളിൽ ചില ആളുകൾക്ക് കൊടുക്കുള്ളൂ. മൗഫിറത്ത് അള്ളാഹു കൊടുക്കും, അഫു കൊടുക്കും. ഇവിടെ അഫു കിട്ടുന്ന ആളുകളാണ് മൗഫിറത്ത് കിട്ടുന്നവരേക്കാൾ ഏറ്റവും ഉന്നതർ. കാരണം ഈ അഫു കിട്ടുന്ന ആളുകൾ ആരെന്നറിയോ? അഫുവിന്റെ ആളുകൾ അവര് യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരാ. മൗഫിറത്ത് കിട്ടുന്ന ആളുകളുണ്ടല്ലോ, പാപമോചനം കിട്ടുന്നവർ, അവർക്ക് വിചാരണയുണ്ട്.
അവർ ആ തെറ്റുകൾ അവരുടെ കിതാബിൽ നോക്കി വായിക്കേണ്ടി വരും. അങ്ങനെ പടച്ചോനെ ഞാൻ തകർന്നു പോകുമല്ലോ അല്ലാ, ഞാൻ കുടുങ്ങിപ്പോകുമല്ലോ പടച്ചോനെ എന്ന് ബേജാറിൽ നിൽക്കുമ്പോൾ അള്ളാഹു പറയും, ഞാൻ ഭൂമിയിൽ വെച്ച് ആ തെറ്റ് രഹസ്യമാക്കി വെച്ചിരുന്നു, നിനക്ക് ഞാൻ മാപ്പ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന്. അപ്പോഴേ റാഹത്താവുള്ളൂ. പക്ഷെ ആഫു കിട്ടിയ ആളുകളോ, ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇത് പറയുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത് എന്താ? അള്ളാഹു കൊടുക്കുന്നത് കിതാബ് വായിക്കാനോ ചോദ്യം ചെയ്യാനോ നിൽക്കില്ല. ലാ ഹിസാബ അലൈക്കും, അവരുടെ മേൽ ഹിസാബില്ല, വിചാരണയില്ല. യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക്. അപ്പോൾ അഫു കിട്ടിയ വലിയൊരു സംഘം സ്വർഗത്തിലേക്ക് പോകും. അവിടെ ഇമാമാരാന്നറിയോ? ഓ ഇമാമുഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങൾ മുന്നിൽ നടക്കും, നമ്മൾ പിന്നാലെ അവിടുത്തെ പിന്നാലെ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകും. ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് ഈ ഉമ്മത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ആലോചിച്ച് നോക്കി എത്ര പവറാണ്. അതിൻ്റെ കൂടെ പോകാൻ പറ്റും. എന്ത് വേണം? അഫു ചോദിക്കണം. അപ്പോൾ ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയ ദുആ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ മനസ്സിൽ അല്ലാഹുവേ മാപ്പ് നൽകണം, അഫു നൽകണമെന്ന നിയ്യത്തോടെ എൻ്റെ കൂടെ പറയാം എല്ലാവരും. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഇന്ന് പ്രത്യേകം ചെയ്യേണ്ട ദുആ ഉണ്ടല്ലോ. ഇന്നത്തെ എല്ലാ പോരിശയും പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാവിധ സുകൃതങ്ങളുടെയും ഹല്ല് വിഹിതം ചോദിക്കുന്ന ദുആയാണ്. എൻ്റെ കൂടെ തെറ്റില്ലാതെ തെറ്റുകൂടാതെ ഓതുക. اللهم وفر حظي فيه من النوافل واكرمني بإنحاء الحوائج والمسائل وقرب وصيلتي إليك من بين الوسائل يا من لا يبرمه إلحاه الملحين. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ തറാവി നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കൂലി അറിഞ്ഞാൽ പടച്ചോനെ, ഇന്ന് നമ്മൾ എന്താ പറയാ, മുട്ടുകുത്തിയാണെങ്കിലും പള്ളിയിൽ വരും അത്രേ, അത്ര കൂലിയാണ്. കാരണം കൽ ബറഖിൽ ഹാത്തിഫ്, മിന്നൽ വേഗതയിൽ സഡൻ ആളുകൾ നോക്കുമ്പോൾ ഒരു ഇടിമിന്നൽ പോലെ സുറാത്തങ്ങട് കടന്നു പോകും, പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ കിടക്കും. ഇന്നത്തെ തറാവീന്റെ ഭാഗ്യമാണ്, ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ഭാഗ്യം എല്ലാം നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്നറിയോ? തൗബയാണ്. ഇന്നത്തെ രാത്രി നടക്കുന്ന വലിയൊരു അത്ഭുതം പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ അത്ഭുതം എന്നറിയോ? നമുക്ക് കാണാൻ പറ്റാത്ത അത്ഭുതമാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഉൻ നഹാർ. ഇന്നത്തെ പകൽ വരെ തെറ്റ് ചെയ്തു പോയ ആളുകളില്ലേ, അവർക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ, പാപം പൊറുക്കാൻ ചോദിക്കാനുണ്ടോ? എന്നാ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു മൗഫിറത്തിന്റെ കരങ്ങൾ, പാപമോചനത്തിന്റെ 2 കൈയും നീട്ടിപ്പിടിച്ചിരിക്കുക. ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ, തൗബ ചോദിച്ചാൽ ഉറപ്പായിട്ടും പാപങ്ങൾ കരിഞ്ഞു പോകും ഇന്നത്തെ രാവിൽ. അപ്പൊ അൽഹംദുലില്ലാ, ഒരു 100 ഇസ്തിഗ്ഫാർ തൗബ ചോദിക്കാൻ പോവാണ്. അതിനു മുമ്പ് മനസ്സ് വേദനിച്ചിട്ട്, ചുമ്മാ ഇസ്തിഗ്ഫാർ അല്ല, മനസ്സ് വേദനിച്ചിട്ട് പടച്ചോനെ മാപ്പ് നൽകണേ അല്ലാ, സാധുവാണ്, പാവപ്പെട്ടവനാണ്, പാവപ്പെട്ടവളാണ്, പൊറുക്കണേ റബ്ബേ എന്നുള്ളൊരു നിയ്യത്ത് കൽബിലുണ്ടാകുക. അതോടൊപ്പം നമ്മൾ ചോദിക്കുക. എൻ്റെ കൂടെ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
العظيم أستغفر الله 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 العظيم. ഇനി അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു തരുന്ന ഓരോ പദങ്ങളും തെറ്റുകൂടാതെ എൻ്റെ കൂടെ നിങ്ങൾ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ സഗീറൻ ഔ കബീറൻ വഅതൂബു ഇലൈഹി. اللهم أنت السلام ومنك السلام وإليك يرجع السلام. حينا ربنا بالسلام وادخلنا برحمتك دار السلام.
തബാറക്ത റബ്ബനാ വതആലൈത വതഅല്ലംത വതഖദ്ദസ്ത യാ ദൽ ജലാലി വൽ ഇക്റാം. റഹ്മാനായ റഹീമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി സംഭവിച്ചു പോയ സകല പാപങ്ങളും സകല ദോഷങ്ങളും നിന്റെ റഹ്മത്ത് കൊണ്ട് മുത്തു റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പോരിസ കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരണമേ തമ്പുരാനേ. ചെയ്തുപോയ തെറ്റുകൾ എല്ലാം റബ്ബേ ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് റബ്ബേ. ഇനി ഒരിക്കലും തെറ്റിലേക്ക് ഞങ്ങൾ മടങ്ങുകയില്ല അല്ലാഹ്. ബിഹഖി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ റബ്ബൽ ആലമീൻ. തഖബ്ബലല്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അൽഹംദുലില്ലാഹ് ഓതാനുള്ള ദിക്ർ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ലൈലത്തുൽ ഖദ്റിന്റെ രാവിന്റെ പോരിശ ഒട്ടും കുറയ്ക്കാതെ തരാൻ കാരണമാകുന്ന ഒരു പ്രഗൽഭമായ ദിക്റാണ്, തസ്ബീഹാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മഹത്തുക്കളായ പണ്ഡിത യോഗം നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർ അശുദ്ധിയുടെ പിരീഡിലുള്ള സഹോദരിമാരെ എപ്പോഴും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ രാവിന്റെ പോരിശ കേട്ടാൽ ഞങ്ങൾക്ക് തസ്ബീഹ്സ്കരിക്കാൻ പറ്റൂല, കാരണം ഞങ്ങൾ അശുദ്ധിക്കാരാണ്. ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റൂല, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റൂല, തറാവി പറ്റൂല, വിത്ർ പറ്റൂല, തഹജ്ജുദ് പറ്റൂല, ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. നിങ്ങൾക്ക് ഒട്ടും വിഷമിക്കേണ്ട എന്നാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് അല്ലാഹു ഈ അമലിന്റെ മുഴുവൻ കൂലി അല്ലാഹു തരാൻ പോവാ. ഇന്നത്തെ ലൈലത്തുൽ ഖദ്റിൽ ഏത് അശുദ്ധിയുള്ള സഹോദരിമാർക്ക് ഇത്ര നേരം നമ്മൾ പറഞ്ഞു വന്ന ദിക്റുണ്ടല്ലോ, തൗബ ഉണ്ടല്ലോ, അത് ഉമ്മമാർക്ക് ചെല്ലുന്നതിൽ ഒരു കുഴപ്പമില്ല, ചെല്ലണം. പ്രത്യേകിച്ച് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഏതായിരുന്നാലും ചെല്ലണം. ഈ ദിക്ർ അൽഹംദുലില്ലാ, ഈ ദിക്ർ 3 വട്ടം പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്റിന്റെ പോരിശ അല്ലാഹു നമുക്ക് ആ സെക്കൻഡിൽ തരുമെന്ന് മഹാനായ ഇമാം സാവിതങ്ങൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ആ ദിക്ർ ഞാനൊന്ന് ചൊല്ലിത്തരാം, എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അദീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹ് റബ്ബിസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അദീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹ് റബ്ബിസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അദീം. തഖബ്ബലല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും ചൊല്ലിയതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ കുറവും പരിഹരിക്കണേ റബ്ബേ. കൂലി ഒട്ടും കുറയ്ക്കല്ല റബ്ബേ. ഇന്ന് പരിശുദ്ധമായ 27-ാം രാവിൽ ഞങ്ങൾ സമ്മേളിച്ചത്, ഞങ്ങൾ ചൊല്ലുന്നത്, പറയുന്നത്, ദുആ ചെയ്യുന്നത് നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാണ്, ഇജാബത്ത് പ്രതീക്ഷിച്ചാണ്, ഞങ്ങളുടെ മൗഫറത്ത് പ്രതീക്ഷിച്ചാണ്, നിന്റെ അഫൂ പ്രതീക്ഷിച്ചാണ്. ഞങ്ങൾക്കത് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന ഒരു വെറൈറ്റിയായ അള്ളാഹുവിന്റെ ഇസ്മാണ്. എന്താ പ്രത്യേകത എന്നറിയോ? മരണം വരെ ദാരിദ്ര്യം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് വേണ്ടത് അത് അള്ളാഹു നമുക്ക് കൊണ്ടുവന്ന് തരും. അത് ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ അറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്, ഏറ്റവും പവറാണ്. നമ്മുടെ ദാരിദ്ര്യം മാറും, ഇല്ലായ്മ മാറുമെന്ന് മാത്രമല്ല, ഐശ്വര്യം കയറി വരുന്നു മാത്രമല്ല. ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ടാവുമല്ലോ, കടങ്ങളുള്ളവരുണ്ടാവും, നല്ലൊരു ജോലി, ഒരു റാഹത്തായ ജോലിയില്ല, അങ്ങനെ വലിയ വിഷമത്തിൽ ഒരുപാട് പേരുണ്ടാവും. ആ വിഷമം ഇന്നത്തെ രാത്രി തീരാൻ പോവാണ്. അതിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ ഇസ്മ നമ്മൾ പറയുന്നത്. എൻ്റെ കൂടെ എല്ലാവരും പറയാം. യാ റസ്സാഖു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ റസ്സാഖു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ റസ്സാഖു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ റസ്സാഖു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
യാ റസ്സാഖു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ റസ്സാഖു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ദുആ ഖുർആനിന്റെ ദുആയാണ്. നമ്മുടെ മക്കൾ, അരുമ സന്താനങ്ങൾ, സ്വാലിഹീങ്ങളായ മക്കൾ നമുക്ക് ഉണ്ടാകണം. ഇല്ലാത്തവർക്ക് അതോടൊപ്പം ഉള്ള നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണം. അവരുടെ ദുസ്വഭാവമൊക്കെ മാറണം, മോശപ്പെട്ട കൂട്ടുകെട്ട് മാറണം, അവരുടെ ശൈലിയിൽ നമ്മൾ അനുസരിക്കുന്ന നിസ്കാരമുള്ള നല്ല മക്കളാകണം. അതിന് ഖുർആൻ ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ നമുക്കൊന്ന് പറയാം. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലണം ആ ദുആ. അല്ലാഹു ഖബൂലിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയത്തിലൊക്കെ ഒരുപാട് പേര് രോഗികളുണ്ടാവും. നമ്മൾ പല നിലക്കുമുള്ള സ്ഥിരമായിട്ട് ഷുഗറിന്റെ, പ്രഷറിന്റെ, കൊളസ്ട്രോളിന്റെ അസ്വസ്ഥതയുള്ള നമ്മളിൽ ഒരുപാട് പേരുണ്ട്. സ്ഥിരം ഗുളിക കഴിക്കുന്ന, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന, മെഡിസിൻ കഴിക്കുന്നവരുണ്ട്. അതിൽ നമുക്കൊന്ന് സലാമത്താകണം. മരണത്തിന് മുമ്പ് ഒരു റാഹത്തുള്ള ആഫിയത്ത് നമുക്ക് നേടിയെടുക്കണം. അതിനെന്താ മാർഗം? അതിന് മാർഗം അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് അള്ളാഹുവിനോട് ദ്വാരക്കലാണ്. അള്ളാഹുവിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രഗത്ഭമായ, അത് അള്ളാഹു ആണ് രോഗം ശിഫപ്പെടുത്തുന്നവൻ, ഷാഫി അല്ലാഹുവാൻ എന്ന് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ദുആ തീർച്ചയായും നമ്മുടെ രോഗം മാറാൻ കാരണം നമ്മുടെ കൽബിലുണ്ടാകണം. പഠിച്ചവനെ, എൻ്റെ ഇന്നൊരു രോഗം, ഓരോരുത്തരുടെ ഉണ്ടാവുമല്ലോ ഓരോ പ്രയാസങ്ങൾ, ശരീരത്തിൻ്റെ വേദന, നടുവേദന, തലവേദന, മൈഗ്രെയിന്, അതേപോലെ തന്നെ ജോയിൻ പെയിൻ ഉണ്ടാകും, ശരീരത്തിന് ക്ഷീണം, തളർച്ച, പല നിലക്കുമുള്ള രോഗങ്ങളുണ്ടാവും. രോഗമായിട്ട് എന്തൊക്കെയുണ്ടോ പഠിച്ചവനെ, അതൊക്കെ നീ ശിഫപ്പെടുത്തണമെന്ന് ഈത്തെ കൽബി കൊണ്ടുവരാം. എല്ലാവരും ഒന്ന് കൽബി കൊണ്ടുവന്നേ, പഠിച്ചവനെ എനിക്ക് ആഫിയത്ത് വേണം, രോഗശമനം വേണം, എൻ്റെ രോഗമൊക്കെ മാറി റാഹത്താകണം. ആ ഒരു നീയത്ത് കൽബിൽ വെച്ചുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ പറയാം. യാ ഷാഫിയ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 തഖബ്ബലല്ലാഹ്. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ ഇന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള ദുആ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പ്രത്യേകമായ 10 ദിനം പോയല്ലോ. റഹ്മത്തിന്റെ 10 ഇവിടെ പറഞ്ഞില്ലേ? തീർച്ചയായും റഹ്മത്തിന്റെ 10-ൽ റഹ്മത്ത് കിട്ടാത്തവരായിട്ട് നമ്മിൽ ആരും ഉണ്ടാകരുത്. റഹ്മത്ത് വേണം. അത് ചോദിക്കാൻ പറ്റിയ രാവാണ് ഇന്നത്തെ രാവ്. ഇന്നത്തെ രാവിലെ എന്താ പ്രത്യേകത വെച്ചോ? റഹ്മത്ത് ചോദിക്കുക, മൗഫറത്ത് ചോദിക്കുക. 2 10 കഴിഞ്ഞു പോയി. പക്ഷെ ഇന്ന് ഒരു എക്സ്ട്രാ ഓഫറാണ്, ഒരു ഡബിൾ ഓഫറാണ്. ഇന്ന് റഹ്മത്തും ചോദിക്കുക, മൗഫറത്തും ചോദിക്കുക. പല ആളുകളും അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ ആദ്യത്തെ 10 കഴിഞ്ഞതോടെ പിന്നെ കാണാം ഇനി അടുത്ത കൊല്ലം റമദാനാകാൻ നോക്കിയിരിക്കുക അത് ചൊല്ലാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി നഷ്ടപ്പെട്ടാൽ റഹ്മത്ത് നഷ്ടപ്പെടും. അല്ലാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ആദ്യത്തെ 10-ൽ നമ്മൾ ചെയ്ത ദുആ ഉണ്ടല്ലോ, നമുക്ക് പരിചയമുള്ള ദുആ, അതിപ്പോൾ ഇന്ന് റാഹത്തായിട്ട് നമ്മൾ ചോദിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمنا برحمتك يا أرحم الراحمين. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. രണ്ടാമത്തെ 10-ൽ മാത്രം ചൊല്ലിയിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടല്ല ഒരു ദുആ അടുത്ത കൊല്ലം ചൊല്ലാൻ വേണ്ടി. അത് ഇന്നത്തെ രാത്രി എടുക്കണം.
ഇല്ലെങ്കിൽ മൗഫറത്ത് നമുക്ക് നഷ്ടാവും. അപ്പോൾ ഇന്ന് ഖൽബ് തുറന്ന് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചാൻസ് കയറി വരുന്നുണ്ട്. അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൾ പൊറുക്കണമെന്ന് ഒരു ചിന്തയോടെ നിയ്യത്തോടെ ചോദിക്കണം. അല്ലാഹുമ്മ മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഈ രാത്രിയുടെ സ്പെഷ്യൽ, അതായത് അവസാനത്തെ 10ന്റെ സ്പെഷ്യൽ എത്തുക്കും മിനന്നാർ, നരകമോചനം വേണ്ടി നമുക്ക് ഇന്ന് അള്ളാഹു തീരുമാനം എടുക്കും ആർക്കാ നരകമോചനം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ കയ്യിലേക്ക് ദുആ കൊടുക്കുക. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എനിക്ക് നരകമോചനം വേണം, സ്വർഗപ്രവേശനം രണ്ടും തരണം, നിനക്ക് തരാൻ പറ്റുള്ളൂ. ആ ഒരു നിയ്യത്ത് ഖൽബിലുണ്ടാകാം. എൻ്റെ കൂടെ പറയാം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. നരകമോചനം, സ്വർഗപ്രവേശനം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ രാവിൽ നമ്മുടെ മരണപ്പെട്ടുപോയവരുടെ റൂഹുകൾ, ആത്മാക്കൾ, റൂഹു ഫിഹ എന്ന് പറഞ്ഞില്ലേ സൂറത്തുൽ ഖദറിൽ, റൂഹും ഇറങ്ങി വരുമെന്ന് മഹത്തുക്കളായ മുഫസ്സിറുകൾ പല വ്യാഖ്യാനം പറഞ്ഞതിൽ ഒരു വ്യാഖ്യാനം എന്താണെന്നറിയോ? റൂഹ് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ റൂഹുൽ അഖാരിബി മിനൽ അംവാത്ത്, മരിച്ചുപോയ നമ്മുടെ കുടുംബക്കാര്, മാതാപിതാക്കള്, പിന്നെ ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, കൂട്ടുകുടുംബാദികള്, അവരുടെ റൂഹ് ഇറങ്ങി വരും അത്രേ. അള്ളാഹുവിനോട് ചോദിക്കും, കിതാബുകളിൽ കാണാം, അള്ളാഹുവിനോട് ചോദിക്കും അത്രേ, യാ റബ്ബനാ ഇഅ്ദല്ലനാ ബിന്നുസൂലി മനാസിലനാ ഹത്താ നറാ ഔലാദനാ വഇയാലനാ. പടച്ചോനെ, ഞങ്ങൾക്കൊരു അനുവാദം തരുമോ? അള്ളാഹിനോട് കെഞ്ചി ചോദിക്കുക, പടച്ചോനെ ഒരു സമ്മതം തരുമോ? എന്തിനാ? ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണാൻ, ഞങ്ങളുടെ ഭാര്യനെ ഒന്ന് കാണാൻ, ഭർത്താവിനെ ഒന്ന് കാണാൻ, ഞങ്ങളുടെ കുടുംബക്കാരെ ഒന്ന് കാണാൻ, വാപ്പാനമ്മാനെ ഒന്ന് കാണാൻ, എൻ്റെ ഫാമിലി ഒന്ന് കാണാൻ. എന്തിനാ കാണുന്നത്? അവരോടൊരു കാര്യം ആവശ്യപ്പെടാനാണ് എന്ന് സമ്മതം ചോദിക്കുമ്പോൾ അള്ളാഹു സമ്മതം കൊടുക്കും അത്രേ. നമ്മുടെ മരിച്ചുപോയവരുടെ റൂഹ് ഇന്ന് നമ്മുടെ വീടിന്റെ വാതിൽക്ക് വരും. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയിൽ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്നിട്ട് അവർക്ക് പറയാനുള്ള എന്താണെന്നറിയോ? എന്താ പറയാനുള്ളത്? ഫയഖൂമൂന അലാ അബ്വാബി ബുയൂതിഹിം. അവരുടെ വീടിന്റെ വാതിൽക്കൽ, അവരെവിടെ താമസിച്ചത് ആ വീടിന്റെ വാതിൽക്ക് വന്നുകൊണ്ട് അവർ പറയുന്നുണ്ട്, തസദ്ദഖു അലൈനാ ഫി ഹാദിഹിൽ ലൈല. ഈ പരിശുദ്ധമായ രാത്രിയിൽ ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും സ്വതക്ക കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോ ഇന്നത്തെ മഗ്രിബ് മുതൽ അൽഹംദുലില്ലാഹ് സുബ്ഹി വരെയുള്ള ഈ രാവിൽ എപ്പോഴെങ്കിലും നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ, സ്വതക്ക കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഹദിയ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ സൗകര്യപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് വല്ലാത്ത പോരിശയാകും. കാരണം ആരുടെ പേരിൽ? അള്ളാഹു എൻ്റെ മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, ബാപ്പാന്റെ പേരിൽ ഇന്നത്തെ രാത്രി ഞങ്ങൾ കൊടുക്കുന്ന വല്ലാത്തൊരു സമ്മാനമാണ്. ആ നിയ്യത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. കൊടുക്കാൻ നമ്മളിപ്പോൾ പള്ളിയിലാണെങ്കിൽ അവിടെ അതിന് പറ്റിയ ആളുകളുണ്ടാകും, പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്താണെങ്കിൽ അവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ആളുകളെ കണ്ടാൽ ഇന്നത്തെ രാത്രിയിൽ സ്വതക്ക, ഹദിയ നമ്മൾ കൊടുക്കണം. ഇനി നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂല, അവർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഏത് സൗകര്യം ഉപയോഗപ്പെടുത്തിയാലും കുഴപ്പമില്ല. മരിച്ചുപോയവരുടെ പേരിൽ ഇന്ന് ഹദിയ നടന്നാൽ അവർക്ക് വല്ലാത്ത സന്തോഷമാവും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്യണം പറയാൻ, ഫഇന്നാ മുഹ്താജൂന ഇലൈഹ, അത് ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ, ഞങ്ങൾക്ക് തരണോട്ടോ എന്ന് അവർ പറയും. പ്രത്യേകിച്ച് നമ്മുടെ ദുആകളിൽ അൽഹംദുലില്ലാഹ് അവരെ കൂടെ നമ്മൾ ചേർക്കണം, അവരെ കൂടെ അവരുടെ പാപം പൊറുക്കണമെന്ന് പറഞ്ഞ് ഇന്നത്തെ ദുആകളിൽ ഒറ്റക്കും കൂട്ടമായിട്ടൊക്കെ നമ്മൾ ചോദിക്കണം. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളുടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും നീ പുറത്തു തരണേ അല്ലാഹ്, അവരുടെ ഖബർ നീ സ്വർഗ്ഗാക്കണേ പടച്ചോനെ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഹഫീസിന്റെ കുടുംബത്തിൽ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരും പലരും മരിച്ചു പോയിട്ടുണ്ട്. എന്നോട് നേരിട്ട് ആ കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പലരും മരണപ്പെട്ടു പോയവരിലുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പലരും മരിച്ചുപോയവരുണ്ട്. ലോക മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ ഒട്ടനവധി മരിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ആമീൻ യാ റബ്ബൽ ആലമീൻ. തീർച്ചയായും കോടിക്കണക്കിന് നന്മ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ വാക്കിൽ ഈ ദുആയിലൂടെ അള്ളാഹു തരും. കാരണം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എത്രയുണ്ട്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവർ, ആ കൂലിയൊക്കെ എണ്ണത്തിന് നമുക്ക് അള്ളാഹു തരാൻ പോവാൻ. അത് പ്രത്യേകം ഓർക്കണം. അൽഹംദുലില്ലാ. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വലാത്താണ്. സ്വലാത്ത് നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ആ സ്വലാത്തിന് ഇന്ന് ആയിരക്കണക്കിന് മാസക്കാലം സ്വലാത്ത് ചൊല്ലുന്നതിനേക്കാൾ പവറാണ്, കൂലി കൂടുതലാണ്. ഹബീബിന് വല്ലാത്ത സന്തോഷമാണ്. ഞാൻ കാരണം ലൈലത്തുൽ ഖദർ ഒരു അമ്പിയാക്കൾക്കും കൊടുത്തില്ല, ഒരു അമ്പിയാക്കളുടെ ഉമ്മത്തിനും അല്ലാഹു ലൈലത്തുൽ ഖദർ കൊടുത്തില്ല. ആദം നബിക്ക് കൊടുത്തില്ല, മൂസ നബിക്ക് കൊടുത്തില്ല, ഈസ നബിക്ക് കൊടുത്തില്ല, നോഹ് നബിക്ക് കൊടുത്തില്ല, ഇബ്രാഹിം നബിക്ക് കൊടുത്തില്ല, അവരുടെ ഉമ്മത്തിന് കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. ലൈലത്തുൽ ഖദർ ആർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? നമ്മുടെ പ്രൈവറ്റ് നിഅമത്താണ് ലൈലത്തുൽ ഖദർ. ഈ ഉമ്മത്തിന് മാത്രമേ ഉള്ളൂ. എന്താ കിട്ടാൻ കാരണം? അവർക്ക് എന്താ കിട്ടാത്തത്? അവരുടെ കൂടെ മുഹമ്മദ് നബി ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂടെ ആരുണ്ട്? മുഹമ്മദ് നബി ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കരങ്ങളിലൂടെയാണ് നമ്മൾ ലൈലത്തുൽ ഖദർ വാങ്ങിയെടുത്തത്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് നബി തങ്ങൾ നമുക്ക് മറക്കാൻ പറ്റൂ? ഇല്ലല്ലോ. അതുകൊണ്ട് സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്ത് എൻ്റെ കൂടെ ചൊല്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم തഖബ്ബൽ അല്ലാഹുവേ ഞങ്ങളുടെ സ്വലാത്ത് ഹബീബിന്റെ ചാരത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ, ഈ പുണ്യമാക്കപ്പെട്ട രാവിലെ ഞങ്ങളുടെ സ്വലാത്ത് കൊണ്ട് ഹബീബിന് സന്തോഷിക്കാൻ നീ കാരണം കൊടുക്കണേ റബ്ബേ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് അനുകൂലമായി തരണേ അല്ലാഹ്. ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ 100 മാർക്ക് വാങ്ങിയവരിൽ ഞങ്ങളെ കൂടെ ചേർക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഹദീസിൽ കാണാം, ഇന്നത്തെ രാത്രി മലക്കുകൾ അടുത്ത് വന്നിരുന്ന് ആമീൻ പറഞ്ഞിട്ടുള്ള ആളുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈ ആർക്കെങ്കിലും പിടിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ ചില അടയാളങ്ങൾ കാണാം എന്ന് മഹത്തുക്കൾ പ്രിയപ്പെട്ടവരെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇന്ന് ദുആ എടുക്കുമ്പോഴോ ദിക്ർ ചൊല്ലുമ്പോഴോ മജ്ലിസിൽ പങ്കെടുക്കുമ്പോഴോ ഖുർആൻ ഓതുമ്പോഴോ നമുക്കൊരു രോമാഞ്ചം വരുന്നുണ്ടോ? നമ്മൾ ദ്വാരുന്നുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ചില ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവെ പെട്ടെന്ന് ശരീരത്തിനൊരു രോമാഞ്ചം, ഒരു കുളിർമ, ഒരു ഭയം, അല്ലെ കൽബിനകത്തുള്ള വല്ലാത്തൊരു ഫീലിംഗ് അതുണ്ടോ? തീർച്ചയായും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൈ പിടിച്ചിട്ടുണ്ട്, ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണെന്ന് ഹദീസ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ദുആ ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോൾ അറിയാതെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടോ? തീർച്ചയായും അത് ലൈലത്തുൽ ഖദർ കിട്ടിയതിൻ്റെ അടയാളമാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൈ പിടിച്ചതിൻ്റെ അടയാളമാണ് എന്ന് ഹദീസുകൾ പറയുന്നു, മഹാന്മാർ പറയുന്നു. വലിയ മഹാഭാഗ്യാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബുകൾക്ക് സ്വഭാവത്തിൽ ഭയങ്കര ചൂടാവുന്ന ആളാ, ഭയങ്കര റൈസാകുന്ന ആളാ. പക്ഷേ നാളെ നേരം വെളുത്തത് മുതൽ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. വലിയ ദേഷ്യം കാണുന്നില്ല, ആൾ കുറച്ച് നോർമലാണ്. ഒരു എന്താ പറയുക, മനസ്സൊന്ന് മയപ്പെട്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, നല്ല ഒരു സോഫ്റ്റ് സ്വഭാവം. അൽഹംദുലില്ലാ, അത് ലൈലത്തുൽ ഖദർ കിട്ടിയതിന്റെ അടയാളമാണ്. അല്ലാഹു ഈ അടയാളങ്ങളൊക്കെ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഫത്ഹുൽ ബാരിയിലൊക്കെ കാണാലോ, ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന് തിരിച്ചറിയാനുള്ള ആ രാവിന്റെ അടയാളത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്, ചില മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊണ്ട് കാണിച്ചു കൊടുക്കും. ലൈലത്തുൽ ഖദർ കൊടുത്ത് എല്ലാവർക്കും കാണാൻ പറ്റൂല കേട്ടോ. ഇത് കാണാൻ പറ്റിയില്ല, അല്ലാഹു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും ബേജാറാകണ്ട. ചില മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന ചില അടയാളമുണ്ട്. എല്ലാവരും കാണൂല. കൊടുക്കുന്നത് 100 ആൾക്ക് കൊടുത്താൽ 50 ആൾ കാണും, 50 ആൾ കാണൂല. കുറച്ച് പേര് കാണും, കുറച്ച് പേര് കാണൂല. അങ്ങനെ ചില അടയാളങ്ങൾ ഹദീസിൽ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്താണെന്നറിയോ? നമ്മൾ ഏത് സ്ഥലത്തേക്ക്, എത്ര ഇരുട്ടുള്ള സ്ഥലത്തേക്ക് നോക്കിയാലും ആ നോക്കുന്ന ഭാഗത്ത് ഒരു നൂറ്, ഒരു വെളിച്ചം, ഒരു നിലാവെളിച്ചം, നിലാവട്ടം എന്നൊക്കെ പറയില്ലേ, നിലാവിന്റെ വെളിച്ചം എന്ന് പറയും പോലെ എവിടെ നോക്കിയാലും ഒരു തെളിമ ഉണ്ടാവും അത്രേ.
അത് ഇന്ന് ചില മുഅ്മിനീങ്ങൾക്ക് കാണിച്ചു കൊടുക്കും അത്രേ. അള്ളാഹു അത് കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഇന്ന് ചില മുഅ്മിനീങ്ങളുടെ നോട്ടത്തിൽ വൃക്ഷങ്ങൾ, മരങ്ങൾ സുജൂദ് ചെയ്യുന്നതായി, അവരുടെ തലയുടെ ഭാഗം ശിരസിങ്ങനെ താഴ്ത്തി സുജൂദിൽ കിടക്കുന്നത് പോലെ അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും, മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നേരിട്ട് അത്തരം സംഭവം ലൈവായിട്ട് കണ്ട ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ മഹാഭാഗ്യം അള്ളാഹു കൊടുക്കുന്നു ചില ആളുകൾക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചില ആളുകളുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കട്ടെ, മലക്കുകളുടെ സലാം പറയാൻ കേൾക്കാനുള്ള. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, ആരോ സലാം പറഞ്ഞതുപോലെ പെട്ടെന്ന് നമ്മൾ സലാം അടക്കാൻ നോക്കുമ്പോൾ ആളെ കാണില്ല. അള്ളാഹുവിൻ്റെ മലക്കുകൾ സലാം പറയുന്നു. അതേപോലെ തന്നെ മലക്കുകൾ ഖിതാബ്, നമ്മളോട് മലക്കുകളുടെ സംസാരങ്ങൾ എന്തോ കേൾക്കുന്ന, ആരുമില്ല പക്ഷെ സംസാരം കേൾക്കുന്നത് പോലെ. ഇതൊക്കെ ചില എക്സ്പീരിയൻസ് ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ്. പിന്നെ ദുആക്ക് ഇജാബത്ത്, നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു തരുന്നുണ്ട്. തന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ലൈലത്തുൽ ഖദർ കിട്ടിയെന്നതിൻ്റെ ഈ രാവ് ലാഭമായി എന്നുള്ളതിൻ്റെ അടയാളമാണ്. പിന്നെ വേറെ അടയാളം പറയുന്നുണ്ട്, നാളെ സുബഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ കിരണങ്ങൾ വലിയ ശക്തി പ്രാപിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, മഴക്കാറ് പോലെ തോന്നുന്ന ഒരു വെളിച്ചമായിരിക്കും നാളത്തെ പ്രഭാതത്തിൽ. ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാകുന്ന തരത്തിൽ കാണാൻ കഴിയുമെന്നെല്ലാം ഹദീസിന്റെ വെളിച്ചത്തിൽ കാണാം. കാരണം എന്താണെന്നറിയോ, ഇവിടെ കോടിക്കണക്കിന് മലക്കൾ ഇറങ്ങി വരിക ഭൂമിയിലേക്ക്. അപ്പോൾ അവരുടെ ചിറക് വിടർത്തിയിട്ട് അവർ പറന്നു പോകുന്ന നേരം സൂര്യന്റെ ആ ഒരു കിരണങ്ങൾ വരുന്ന നേരമാണ്, പ്രഭാതമാകുമ്പോഴാണ്. അപ്പോൾ ഈ മലക്കുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് അവരുടെ ചിറകുകൾ വിടർത്തി പോകുന്നതിന്റെ കാരണമായി സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയും, ഒരു മങ്ങലുണ്ടാവും അത്രേ. അതും കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അടയാളങ്ങൾ നോക്കി നമ്മൾ നേരം കളയല്ല, മാക്സിമം നമുക്ക് എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റും അതൊക്കെ ഉപയോഗപ്പെടുത്തണം. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, രാത്രിക്കാണ് പോരിശാന്ന് കരുതി ഉറക്കമളിച്ചു എന്ന് കരുതി പകൽ ഫുൾ ടൈം ഉറങ്ങുന്ന പരിപാടി വലിയ നഷ്ടമാണ് കേട്ടോ. അത് ഉണ്ടാകാൻ പാടില്ല. കുറച്ച് നേരം ഉദയം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങി, അല്ലെങ്കിൽ ദുഹറിന് മുമ്പ് 1 മണിക്കൂർ നമുക്ക് ഉറങ്ങാം, വിരോധമില്ല. അത് സുന്നത്തായ ഉറക്കാണ്. ബാക്കിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്താം. കാരണം മഗ്രിബ് വരെ, നാളെ മഗ്രിബ് വരെ വല്ലാത്ത ഓഫറാണ്. ഈ ചൊല്ലിയതുണ്ടല്ലോ ലൈലത്തുൽ ഖദർ പ്രത്യേകം ചൊല്ലേണ്ട സൂറത്തുകളും ആയത്തുകളും ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ നമുക്ക് നാളെ മഗ്രിബ് വരെ പകലിൽ മുഴുവനും ഓതാവുന്നതാണ്. പകലിന് വല്ലാത്ത പോരിശയാണ് എന്ന് ഗഡ്സുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ. ഇനി മഹാനായ ഇമാം സാവി തങ്ങൾ പറഞ്ഞതുപോലെ പോരിശയാക്കപ്പെട്ട ചില സൂറത്തുകൾ, ആയത്തുകളിൽ നിന്ന് കൊണ്ടുവന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖത്മോദിയ കൂലി നമുക്ക് നൽകുമെന്ന് മാത്രമല്ല, എണ്ണമറ്റ പ്രതിഫലം നൽകും. അതിൽ ചില എണ്ണപ്പെട്ട സൂറത്തുകൾ മഹാനവറുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊന്ന് ഫാത്തിഹ ഓതാം. ഒറ്റ ഓതിയാൽ മതി. എൻ്റെ കൂടെ എല്ലാവരും ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുള്ള ആയത്തുൽ കുർസിയാണ് ഏറ്റവും അഫ്ളലായ ഖുർആന്റെ ആയത്ത്. ഒരാൾക്ക് ഓതണം എന്ന് തോന്നിയാൽ ഏതാ ഓതാ? ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഒരാൾക്ക് ഇന്നത്തെ രാത്രി ഓതണം എന്ന് തോന്നി ഏതാ ഓതാ? മഹാനായ ഇമാം സാവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഫ്ളലു ആയത്തുൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകൾ ഏറ്റവും അഫ്ളലായ ആയത്ത് സയ്യിദു ആയിൽ ഖുർആൻ, ഖുർആന്റെ ആയത്തുകളുടെ ലീഡറാണ് ആയത്ത് കുർസിയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, ആയത്ത് കുർസി ഓതാം. എല്ലാവരും എൻ്റെ കൂടെ ഓതാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഇമാം സാവി തങ്ങൾ പറയുന്നത്, നിർബന്ധമായിട്ട് നിങ്ങൾ ഏത് ആയത്ത് ഓതണം? പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ അബ്ശിർ ബിനൂറൈൻ, 2 വെളിച്ചോണ്ട് നബിയെ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾക്ക് സമ്മാനം കൊടുത്തു. എല്ലാ സൂറത്തും ആയത്തും ഭൂമിയിൽ ഇറക്കി
പരിശുദ്ധമായ ആമന റസൂൽ എവിടെ ഇറക്കി, എവിടെ കൊടുത്തു? മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാനെ നേരിട്ട് കണ്ടപ്പോൾ കൊടുത്ത സമ്മാനമാണ് 1 നിസ്കാരം, 2 ആമന റസൂൽ, 2 ആയത്തുകൾ. എത്ര പുരുഷന്നറിയ യുദ്ഹില്ലൽ ജന്നാന്ന, അത് ചൊല്ലിയാൽ മതി സ്വർഗത്തിൽ കടത്തുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് അള്ളാഹു ഏറ്റ കാര്യം പറയാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആമന റസൂൽ എന്ന് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ നോക്കി തെറ്റുകൂടാതെ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين തഖബ്ബലല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അൽഹംദുലില്ലാ നമുക്ക് പാരായണം ചെയ്യാനുള്ളത് പരിശുദ്ധമായ സൂറത്ത് സൽസലയാണ്. സൽസല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ 2 വട്ടം പാരായണം ചെയ്താൽ ഖത്ം ഓതിയ കൂലി കിട്ടും. ഒക്കെ പരിചയമുണ്ട് സൂറത്തു സൽസല. ആ സൂറത്ത് അൽഹംദുലില്ലാ നമുക്കൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്. 3 വട്ടം ഓതിയാൽ ഖത്ം ഓതി കൂലി തരാമെന്ന് പറഞ്ഞ വലിയ പവറുള്ള സൂറത്ത് നമുക്കറിയാലോ. ആ സൂറത്ത് നമുക്ക് ഒന്ന് ഓതാം. എൻ്റെ കൂടെ എല്ലാവരും ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹ് ബാറകല്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഓതാനുള്ള പരിശുദ്ധമായ ഖുർആന്റെ ഭാഗം ഏതാണെന്നറിയോ? ലൗ അൻസൽന സൂറത്തുൽ ഹസ്റിന്റെ അവസാനത്തെ ആയത്തുകൾ. അൽഹംദുലില്ലാഹ്. എന്താ കൂലി എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളുടെ ദുആ നമുക്ക് തരാൻ പോവാ. ഇന്ന് മരിച്ചാൽ പോലും ഷഹീദിന്റെ കൂലി നമുക്ക് കിട്ടാൻ പോവാ ഇത് ഓതലോടുകൂടെ. അപ്പോൾ എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും നോക്കിയിട്ട് ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون
ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം. ഇനി പരിശുദ്ധമായ സൂറത്തുൽ ഖദർ ഇന്ന് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല. ഇന്നിന്റെ മുഴുവൻ പ്രത്യേകതകൾ പറഞ്ഞ സൂറത്തുൽ ഖദറാ, വേറെ സൂറത്തുകളല്ല. അതുകൊണ്ട് സൂറത്തുൽ ഖദർ അൽഹംദുലില്ലാ ഓതിയുള്ള കൂലി എന്താണെന്നറിയോ? ഇന്ന് ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ പോലും പടച്ചവൻ ആ കൂലി തരുമെന്ന ഹദീസിൽ പറയുന്നത്. റമദാൻ മുഴുവനും നോമ്പ് ഒറ്റ കൂലി അള്ളാഹു തരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ രോഗികളായ ആളുകൾ, നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാവല്ലോ, പലതും കള്ളാ വീട്ടാനുണ്ട്. അൽഹംദുലില്ലാ അതൊക്കെ നമുക്ക് ചെയ്യണം, നല്ല അമലാണ്, വേണ്ട കാര്യമാണ്. എന്നാലും ഒരു കൂലി പോകാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂലി തരും റമദാന്റെയും ലൈലത്തുൽ ഖദറിന്റെയും. ഏത് സൂറത്തുൽ ഖദർ. അതുകൊണ്ട് എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. തഖബ്ബലല്ലാഹ് ബാറക്കല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സൂറത്ത് യാസീനാണ് ഇന്ന് മസ്റ്റായിട്ട് ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിയ്യത്ത് കൂടെ നമ്മൾ പറയാം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുന്നതിന്റെ പിന്നിൽ എനിക്ക് ദുനിയാവും ആഖിറവും സലാമത്താകണം. എനിക്ക് ലൈലത്തുൽ ഖദറിന്റെ പോരിശ ഇന്ന് വേണം. നീ എന്ന് വെച്ചാലും വേണ്ടില്ല, എനിക്ക് വേണം. പിന്നെ എന്തൊക്കെയാ നമുക്ക് വ്യക്തിപരമായിട്ട് മുറാദ്? കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണം, ജോലി ഉണ്ടാകണം, വിസ ശരിയാകണം, പിന്നെ എന്താ പറയാ, മക്കൾ നന്നാകണം, മക്കൾ ഉണ്ടാകണം, വീട് വേണം, കടം മാറിക്കിട്ടണം. എന്തുദ്ദേശവും മുന്നിൽ വെക്കാം. എന്നിട്ട് സൂറത്ത് യാസീൻ എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ഒന്ന് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم
لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم نجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات
آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم نعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم
إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنساها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم. അൽഹംദുലില്ലാഹ്. ഇനി ഒരു ഫാത്തിഹ നമ്മൾ ഈ ഓതിയത് മുഴുവനും നമ്മൾ നിയ്യത്ത് വെക്കണം. അതോടൊപ്പം ഒരു ഫാത്തിഹ എക്സ്ട്രാ വെക്കണം. എന്തിനു വേണ്ടിയെന്നറിയോ? ഇന്ന് നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വരുന്ന നമ്മുടെ മരിച്ചുപോയ കൂട്ടുകുടുംബാദികൾ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവർക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ നമ്മൾ ഓതാണ്. ആ ഫാത്തിഹ എല്ലാവർക്കും നമ്മൾ ഹദിയ ചെയ്തു കൊടുക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. തഖബ്ബൽ അല്ലാഹ്. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ ഓതിയത് മുഴുവനും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ പടച്ചോനെ. ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ഞങ്ങളുടെ മജ്ലിസിന്റെ ബറക്കത്ത് കൊടുത്ത് വലിയൊരു സന്തോഷവും റാഹത്തും അവർക്ക് നീ കൊടുക്കണേ പടച്ചോനെ. ഞങ്ങളുടെ മജ്ലിസിൽ പങ്കാളിയാകുന്ന എല്ലാവർക്കും, ലോക മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾക്കും നീ സലാമത്തും നസ്റും വിജയവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയൊരു ദുആ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്,
നിങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തികൾ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടുന്ന ഈ പുണ്യരാവിൽ ഞങ്ങൾക്ക് ആ പുണ്യം തരണേ അല്ലാ. ഞങ്ങൾക്ക് ആദ്യം നിന്നോട് ചോദിക്കാനുള്ളത് പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ കൂലിയാണ്. സാധുക്കളായ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് നീ അഫൂ നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, മൗഫിറത്ത് നൽകണേ അല്ലാ, ജന്നത്ത് നൽകണേ അല്ലാ. പടച്ചവനെ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ. നീ ഞങ്ങളെ കൈയൊഴിഞ്ഞ് കളഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടവുമില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നീ എത്രയേറെ നിഅമത്തുകളാണോ ഇറക്കുന്നത്, ആ നിഅമത്തുകൾ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മുഹബ്ബീങ്ങൾക്കും തരണേ അല്ലാ. ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്, വേദനിക്കുന്ന രോഗങ്ങളുണ്ട്, പ്രയാസപ്പെടുന്ന കഷ്ടപ്പാടുകളുണ്ട്. അല്ലാഹുവേ, ഇന്നത്തെ രാത്രി അതിന് തീർപ്പ് കൽപ്പിക്കണമല്ലാ. നാളെ ഞങ്ങൾക്ക് ഈ ദുആ വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വരത്താതെ റബ്ബേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തണേ അല്ലാ. രോഗികൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, മക്കളില്ലാത്തവര്, മക്കൾ നന്നായി കാണാൻ കൊതിക്കുന്നവര് റബ്ബേ, പല നിലക്കുമുള്ള രോഗങ്ങൾ പ്രയാസങ്ങളുള്ളവര് അല്ലാഹുവേ, ഒരുപാട് മുറാദുകൾ പറഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദുആ വസിയത്തുകൾ വന്നു പോയിട്ടുണ്ട്. ഓരോന്നും പറയാൻ പറ്റൂലല്ലോ അല്ലാ. ആരെല്ലാം ഈ സാധുവിനോട്, ഇതിന്റെ പ്രവർത്തകരോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ, മനസ്സിൽ പറയാൻ കൊതിച്ചിട്ടുണ്ടോ അല്ലാഹുവേ, ആ എല്ലാ സിർറുകളും അറിയാവുന്ന, കൽബിന്റെ രഹസ്യമറിയാവുന്ന റബ്ബേ, ഇന്നത്തെ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട്, ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ മജ്ലിസുകളുടെ ബറക്കത്ത് കൊണ്ട്, റബ്ബേ ഹബീബിന്റെ ഹക്ക് ജാഹ് കൊണ്ട് അല്ലാഹുവേ എല്ലാം നീ നടത്തി തരണേ അല്ലാ. മാരകമായ ക്യാൻസറും ട്യൂമറും ഹൃദയരോഗങ്ങളൊന്നും സാധുക്കളായ ഞങ്ങളെ ഒരാൾക്കും നീ തരല്ലേ അല്ലാ. ശരീരം കീറി മുറിക്കണ്ട ഒരു രോഗത്തിനും നീ വിധിക്കപ്പെടല്ലേ അല്ലാ. നീ വിധി തരല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ കൊതിക്കുന്ന ഈ 27-ാം രാവിൽ ദുആ ചെയ്യുമ്പോ, ആമീൻ പറയുമ്പോ, ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോ, പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുക്കുമ്പോ റബ്ബേ, രോഗിയായി വീടുകളിൽ കിടന്ന് കരയുന്ന എത്ര പേരാണ് അല്ലാഹുവേ. രാവാണോ പകലാണോ എന്നറിഞ്ഞൂടാ അല്ലാഹുവേ, സമയം എത്രയായെന്ന് ചോദിച്ചറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് വിഷമിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എത്ര പേരാണ്. ഷാഫിയായ, കാഫിയായ, മുആഫിയായ റബ്ബേ, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവർ ഒരുപാട് രോഗികളുണ്ട്. എല്ലാവർക്കും ശിഫ കൊടുക്കണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലും ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഷാഫിയായ, കാഫിയായ, മുആഫിയായ റബ്ബേ, നീ ശിഫാ നൽകണേ അല്ലാ. പടച്ചോനെ, ഇന്നത്തെ രാവിലെ ഞങ്ങളെ കൂടെ ദുആയിൽ ഓർക്കണേ എന്ന് പറഞ്ഞ എത്ര പേരാണ് ഉസ്താദേ ഹദിയ ഞങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്, ദുആ ചെയ്യണേ എന്ന് പറയുന്നവര്. അല്ലാഹുവേ, പല നിലക്കും സ്നേഹം പറഞ്ഞവര്, ദുആ ചെയ്യാൻ പറയുന്നവര്, മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നത് എത്ര പേരാണ്. അല്ലാ, നീ കൂലി തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കള്, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, ഉസ്താദുമാര്, മശായിഖന്മാര്, ഞങ്ങളുടെ ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികള് റബ്ബേ, ഞങ്ങളെ സ്നേഹിച്ചവര് ഖബറിൽ കിടക്കുന്ന എല്ലാവർക്കും റബ്ബേ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇന്നത്തെ രാത്രി ഞങ്ങളുടെ മരിച്ചുപോയവരുടെ റൂഹ് ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യണേ, ദുആ ചെയ്യണേ എന്ന് പറയുന്ന രാവാണ് റബ്ബേ. ഞങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റൂല. ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാരെ, മാതാപിതാക്കൾ, ഉസ്താദുമാരെ ഞങ്ങൾ മറന്നാ പിന്നെ ആര് ഓർക്കാനാണ് റബ്ബേ. പടച്ചോരേ, ഞങ്ങൾ മറക്കൂല അല്ലാ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മറക്കാത്ത മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ ആക്കി തരണേ അല്ലാ.
പടച്ചോനെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മ സാധുവാണ്, ബാപ്പ സാധുവാണ്, ഞങ്ങളുടെ കാരണവന്മാര്, ഭാര്യ ഭർത്താക്കന്മാര് പാവപ്പെട്ടവരാണ്. അവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ആഫിയത്തിൽ നിന്റെ ത്വാഴത്തിലാക്കി ദീർഘായുസ് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണം അവർക്കും ഞങ്ങൾക്കും തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്നങ്ങ് മരിച്ചുപോയി. ഞങ്ങളുടെ കൊച്ചുമക്കള് ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത അയൽവാസികൾ വെള്ളം കൊടുക്കേണ്ടി വരുന്ന, വളർത്തേണ്ടി വരുന്ന മക്കളായി മാറേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ പെട്ടെന്നങ്ങ് രോഗിയാക്കി കിടത്തിക്കളഞ്ഞ് ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളൊന്ന് മരിച്ചു കിട്ടാൻ കൊതിക്കുന്ന രോഗങ്ങളൊന്നും തരല്ലേ അല്ല. കിടന്ന കിടക്കപ്പായിൽ മലമൂത്ര വിസർജനം ചെയ്ത് കരയുന്ന എത്ര പേരാണ്. റബ്ബേ, നീ സമാധാനം കൊടുക്കണേ അല്ല. ഞങ്ങളാരെയും അത്തരം അവസ്ഥയിലേക്ക് മാറ്റല്ലേ അല്ല. എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടത് അഫുവാണ്, നീ അഫു നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടത് ജന്നത്താണ്, നിന്റെ റിദ്വാനാണ്, നിന്റെ പൊരുത്തമാണ്. ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചോനെ, ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദർ നീ എന്നാണോ വച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിഞ്ഞൂട റബ്ബേ. എന്നാണെങ്കിലും ഞങ്ങൾ ചോദിക്കുന്നതിൻ്റെ കൂലി ഞങ്ങൾക്ക് വേണമെന്നാണ്. നിന്റെ ഖജനാവിൽ എത്രയോ വിശാലമാണ്. എത്ര ലൈലത്തുൽ ഖദറിന്റെ കൂലി കൊടുത്താലും ഒന്നും നുക്സാൻ വരൂല്ല, കുറയൂല്ലല്ലോ റബ്ബേ. ഞങ്ങൾക്കതിൻ്റെ കൂലി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും മാറ്റണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. റബ്ബേ, ക്ഷാമം തരല്ലേ അല്ലാ, ക്ഷേമം തരണേ അല്ലാ, എല്ലാ ഖൈറും നൽകണേ അല്ലാ. അവസാനം റമദാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ ആഖിറത്തിൽ വന്നിട്ട് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ റബ്ബേ എന്ന് പറയുന്ന റമദാനാക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പും തറാവീഹും, നോമ്പ് തുറക്കലും തുറപ്പിക്കലും എല്ലാം സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാതെ, തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റാതെ, പല പ്രയാസത്തിലും വിഷമത്തിലും അത് പറ്റാത്ത ഉമ്മമാര് പലരുമുണ്ട്. അല്ലാഹുവേ, പറ്റാത്ത രോഗികൾ പലരുമുണ്ട്. ഒരാൾക്കും നീ കൂലി കുറക്കല്ലേ അല്ലാ. അവിടെ ഖൽബിന്റെ നീയത്ത് പോലെ കൂലി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവരെയും, ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, അതിൽപ്പെട്ട മക്കള് എല്ലാവർക്കും നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഞങ്ങൾ സ്വർഗത്തിന്റെ കുടുംബക്കാരാക്കി നീ തിരഞ്ഞെടുക്കണേ റബ്ബേ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ, ഞങ്ങളുടെ ക്ലാസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തകർ, അതിൻ്റെ ആണിക്കല്ലായ പ്രവർത്തകര് റബ്ബേ, അവരുടെ കുടുംബം എല്ലാവർക്കും നീ കാമിലായ തക്കതായ കൂലി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഇന്ന് പള്ളിയിൽ ഹയാത്താക്കുന്നവര്, വീട്ടിലിരുന്ന് ഓതുന്നവര്, ദുആ ചെയ്യുന്നവര്, ഹദിയ കൊടുക്കുന്നവര്, ഖുർആൻ ഓതുന്നവര്, സ്വലാത്ത് ചൊല്ലുന്നവര്, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്ത് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلي على جميع الأنبياء والمرسلين. കഴിവിൻ്റെ പരമാവധി ഇന്നത്തെ രാവ് എന്തൊക്കെ നമുക്ക് ചൊല്ലി പറഞ്ഞിരിക്കാൻ പറ്റുക അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആത്മാർത്ഥമായി തെറ്റുകൂടാതെ തസ്ബീഹ് നിസ്കരിക്കാത്തവർ നിസ്കരിക്കണം. അതിനോട് താല്പര്യം അത് മുടങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. നിങ്ങളുടെ ദുആയിൽ വിനീതനെ ഓർക്കണം, ഇതിൻ്റെ പ്രവർത്തകരെ ഓർക്കണം, നിങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കണം. നിങ്ങളെയും തീർച്ചയായിട്ടും ഓർക്കും. അള്ളാഹു പരസ്പരം ഖൈറ് കൊണ്ട് ദുആ ചെയ്യാനും ഖബൂലിയത്ത് കിട്ടാനും ഭാഗ്യം നൽകട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.